ഇത് രാവിലെ നൂഡിൽസ് ഉണ്ടാക്കാനുള്ള ഒരു സെറ്റപ്പിലാണ്. അപ്പോൾ ഉള്ളി അതേപോലെ ബീൻസ് കട്ട് ചെയ്തു, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നൂഡിൽസൊക്കെ റെഡിയാക്കി അവിടെ ഇപ്പോൾ കിച്ചണിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നൂഡിൽസ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതവിടെ റെഡിയാക്കി അതിമനോഹരമായിട്ടുള്ള നൂഡിൽസ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായിട്ട് രസമായിട്ട് നൂഡിൽസ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്യാരറ്റും പിന്നെ എല്ലാം ഇട്ടു. അതെ അതെ അതെ. ഇതിനകത്ത് മുട്ട ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. ചായ വെച്ച് കഴിഞ്ഞു. ചായ റെഡിയായി. സാറ് ഇവിടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉഗ്രൻ ദോശയാണ്, മുട്ട ദോശയാണ്. മുട്ടയൊക്കെ ഇട്ടിട്ട് ഇതാ അപ്പോൾ നെയ്യ് ഒഴിക്കുകയാണ്. ഇത് പുഷ്പല സാറാണ്. പുഷ്പല സാറ് ആന്ധ്രാപ്രദേശിലുള്ള സാറാണ്. ദോശ റെഡി ആയിട്ടുണ്ട്. അതേപോലെ ഇതാ നൂഡിൽസ് റെഡിയായി. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരികയാണ്. അത്രയും ടേസ്റ്റ് എന്ന് തോന്നണത്. ഇപ്പോൾ കഴിച്ചാലേ അറിയുള്ളൂ. പക്ഷേ കുഴപ്പമുണ്ടാവില്ല. പ്ലേറ്റൊക്കെ റെഡിയാക്കി വെച്ചു. മുട്ടയുണ്ട്, മുട്ട റെഡിയായി. ചായ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിളികളൊക്കെ ഉണ്ട്. മിസ്സായിട്ടുള്ള കിളികളാണ്. ലവ് ബേർഡ്സ്. ബ്ലൂയിഷ് കളറുണ്ട്, ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ ചെറിയ ചിട്ടിക്കുരുവി എന്ന് പറയുന്ന ആ സൈസും ഉണ്ട്. കുട്ടി കുട്ടി കുരുവികളുണ്ട്, ഭംഗിയുള്ള കുരുവികൾ. എല്ലാം റെഡിയായി കഴിക്കാൻ തുടങ്ങാണ്. ചട്ടണി നൂഡിൽസ് എല്ലാം ഉണ്ട്. ഇവിടെ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങാണ്. ഇവിടെ പൂക്കളൊക്കെ മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. രസമായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തിറങ്ങിയതാണ്. ഇത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. ചൊരക്കയാണ്, നമ്മുടെ നാട്ടിലെ ചൊരക്ക. ഇത് വെറ്റിലക്കൊടി. ഇത് ഏകദേശം നമ്മുടെ നാട്ടിലെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരവസ്ഥയാണ്. നിറയെ ചെടികളും മരങ്ങളും ആൽമരങ്ങളും പലതരത്തിലുള്ള കാട്ടുമരങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോകുന്നത് ഒരു അടിപൊളി ബീച്ചിലേക്കാണ് കേട്ടോ. ബീച്ചാണ് അവിടെ. രസമായിട്ടുണ്ട്. ഒരു ചെറിയൊരു പുൽക്കൂട് പോലെ ഷെഡ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മരങ്ങളൊക്കെയാണിത്. ആൽമരം, പേരാൽ, അരയാലുണ്ട്. ഇത് പേരാലാണിത്. ഇത് ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഊഞ്ഞാൽ പോലെ കെട്ടിയിട്ടുണ്ട്. 2 ഊഞ്ഞാലുണ്ട് ചെറുതായിട്ടൊന്ന് ആടാൻ വേണ്ടിയിട്ട്. അങ്ങ് ദൂരെ കാണുന്നത് റിസോർട്ടാണ്. ഐലൻഡ്. വേറെ ഐലൻഡുകളാണ്. രസമായിട്ടുണ്ട്. ഇതാ നമ്മുടെ കൂടെ വന്നൊരു ഫ്രണ്ടാണ്. ആള് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനോഹരമായിട്ടുള്ള പ്രദേശമാണ്. ആടാൻ വേണ്ടി ടയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. രസമായിട്ടുണ്ട്. നല്ല രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. ടൂറിസ്റ്റ് സ്പോട്ടാണ്. സാൻഡി ബീച്ചസാണ് ആക്ച്വലി മാൽദീവ്സ്. രസമായിട്ടുള്ള ബീച്ചസാണ്. ഇന്ന് ക്ലൗഡിയാണ്, വെയിലില്ല. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. കാരണം വെയിലത്താണെങ്കിൽ പൊള്ളുന്ന വെയിലായിരിക്കും, പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ രസമായിട്ട് നമുക്ക് വെള്ളത്തിലിറങ്ങാമെന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സൈറ്റാണിത്. കല്ലിട്ട് വെച്ച് അങ്ങനെ വെള്ളത്തിലും ഇറങ്ങി ഉണ്ടാവും. നല്ല ബീച്ചാണ് കാണുന്നത്. മരങ്ങളും ക്ലിയറായിട്ടുള്ള ബീച്ചുകളൊക്കെയാണ്. മൃഗങ്ങളാണ്, ഉപയോഗിക്കാതെ കിടക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ബീച്ചാണ്. ഇവിടെയും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ
ഒരു മരത്തിൻ്റെ കേടുവന്ന ബോട്ടാണ്. നേരത്തെ നമ്മൾ കണ്ടത് ഫൈബർ കൊണ്ടുള്ള ബോട്ടായിരുന്നു. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ട്. ബട്ട് ഈസി ആൻഡ് ഹമ്പിളായിട്ടുള്ള ഒരു ഇരിപ്പിടാണ് ഇത്. ബോട്ട് പഴയ കാലത്തെ ഒരു ബോട്ടാണ്, മരം കൊണ്ടുള്ള ബോട്ട്. ഈ ടൈപ്പ് ബോട്ട് ഇപ്പോൾ വളരെ റയറായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ ഈ ഭാഗത്ത്. ഇവിടെ എല്ലാവരും ഫൈബർ ബോട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ആ ബോട്ടിൻ്റെ കണ്ടീഷൻ. ഇത് ബീച്ചാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ബീച്ചാണ്. ഇതാണ് നമ്മുടെ ആ ഐലൻഡിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഐലൻഡ്. ആ ഐലൻഡിൽ നിന്നാണ് ഞങ്ങളിവിടേക്ക് വന്നത്. തൊട്ടടുത്താണ്. ഇവിടെ ജെട്ടി കൺസ്ട്രക്ഷൻ, ഹാർബറിന് കൊണ്ടുവന്ന കല്ലൊക്കെ കൂട്ടിയിട്ട് ഒരു ചെറിയൊരു കുന്നുപോലെ ആക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള സൈറ്റ് നന്നായിരിക്കും. ഇത് ബോട്ടുകളാണ്. ഇതാണ്, ഇങ്ങനെയാണ് ഈ ഐലൻഡിലെ ഭംഗി. ഫുള്ള് കോറൽസിൻ്റെ ഭാഗങ്ങളാണ്. കരയ്ക്കടിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. സാധാ നോർമൽ ബോട്ട്, എൻജിൻ ബോട്ട് തന്നെയാണ്. മുമ്പ് കാലങ്ങളിൽ എൻജിൻ ബോട്ടിനൊന്നും ഉണ്ടായിരുന്നില്ല, സെയിലിംഗ് ബോട്ടായിരുന്നു. ഇപ്പോൾ എല്ലാതും എൻജിൻ ആക്കിയിട്ടുണ്ട്. അതെ അതെ അതെ. ഇത് ഇവിടെ ഒരു ചെറിയൊരു വിശ്രമിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഏരിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് മരങ്ങളാണ്. വേറൊരു സ്ട്രീറ്റിൻ്റെ എൻട്രൻസാണ്. തെങ്ങ്, അതേപോലെ തന്നെ ഫോറസ്റ്റ്. ഇവിടെയൊക്കെ കല്ലുകൊണ്ട് ബണ്ട് കെട്ടിയിട്ടുണ്ട്, വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ. ഇത് ഒരു ഓപ്പൺ സ്പേസാണ് ഇവിടെ, ബീച്ചിനോട് ചേർന്ന ഭാഗം. മറ്റേ ഹാർബറിന് വേണ്ടിയിട്ട് മണ്ണെടുത്തപ്പോൾ, മണ്ണ് തോണ്ടിയെടുത്താണ്. ആ മണ്ണ് ഇവിടെ കൂട്ടിയിട്ട് അതൊരു ചെറിയൊരു മല പോലെ ആക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാലുള്ള വ്യൂ വന്നിട്ട് അതിമനോഹരമായിരിക്കും. ഐലൻഡ് ഏകദേശം നമുക്ക് മൊത്തത്തിൽ വ്യൂ ചെയ്യാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെറിയൊരു ഐലൻഡ്. ഇത് അപ്പോൾ നമ്മൾ ഇതിന് മുന്നിൽ കൂടെ കയറാമെന്നാണ് കരുതിയത്. നോക്കുമ്പോൾ അപ്പോൾ ആ വഴി ക്ലോസ് ആയിന്നാണ് പറയുന്നത്. അപ്പോൾ വേറൊരു വഴിയുണ്ട്, അപ്പോൾ അതുവഴി കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ചെറിയൊരു മല തന്നെയാണ്, കുന്ന് തന്നെയാണ്, അത്യാവശ്യം വലിയൊരു കുന്ന്. കയറാം, നമുക്ക് കയറി നോക്കാം.